രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 184-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ആ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച പ്രശസ്തമായ ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദം, എല്ലാ വ്യാഴാഴ്ചയും ജയദേവ കവിയുടെ ജീവിതകഥ, അസാമാന്യമായ പ്രണയവും ജഗന്നാഥന്റെ അനുഗ്രഹവും നിറഞ്ഞ ജീവിതം, അത് കേട്ടിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ദൂരെ ഉള്ളവർ എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും വരാം. നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. നോക്കൂ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ 96453339 എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ ജ്യോതിഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീത കൊടുത്തിട്ടുണ്ട്. ഒരു ഹിന്ദു അത് കേൾക്കാതെ കണ്ണടയ്ക്കരുത് കേട്ടോ. അത് കേട്ട് തന്നെ പോകണം. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് കേട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് നഷ്ടമായേനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെയാണ്, നോക്കൂ, രാധികാ കവചൻ 2 ഉണ്ട്. ഞാൻ 2 പാടിയിട്ടപ്പോൾ രാധികാ കവചൻ 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് കേൾക്കുക, അർത്ഥമറിഞ്ഞ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളത് ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ. രാധികാ കവചം ചൊല്ലാതെ 2 രാധികാ കവചമുണ്ട്. അത് 2ഉം ചൊല്ലാതെ രാധാ സഹസ്രനാമം ചൊല്ലിയിട്ട് കഥയില്ല. രാധാ മാനസതന്ത്രം ഇട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കുക. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. ശ്രീബുദ്ധൻ്റെ ജീവിതകഥയുണ്ട്, അത് പിന്നെ ഓർമ്മിക്കുക. കൃഷ്ണൻ്റെ പുനരവതാരമാണത്, നിങ്ങൾ അതും കേൾക്കുക. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എന്നും രാവിലെ നിങ്ങൾക്ക് അറിവ് പകരുന്ന മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് ദർശനം നൽകി എൻ്റെ പൊന്ന് രാധാറാണി അമ്മ, പൊന്ന് രാധാറാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. രാധയുടെ പ്രണയം. കൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ കയ്യിലെടുത്ത് രാധാറാണിയും ഉണ്ണിക്കണ്ണനും ഗോലോകം പോയി. അവിടുന്ന് തിരിച്ചു വന്നു. അപ്പൊ രാധാറാണി അവിടെ നിന്ന് യശോദാമ്മയുടെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവി, ഇവൻ എന്റേതാണ്, ഇവൻ എന്റേതാണ്, ഇവൻ എന്റേതാണ്. അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ നിങ്ങൾ 3 വീഡിയോ നിശ്ചയമായും കണ്ടിരിക്കണേ. ഒന്ന്, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി. രണ്ടാമത്തത്, എനിക്ക് രാധാറാണി നേരിട്ട് ദർശനം തന്ന് വളപ്പൊട്ട് നൽകിയ സംഭവം. മൂന്നാമത്തത്, ഞാൻ കഴിഞ്ഞ ജന്മത്തെ എൻ്റെ അനുജത്തിയെ കണ്ടുപിടിച്ചത്. അതിനുശേഷം എനിക്കങ്ങ് കോളുകളുടെ ബഹളമാണ്. അവരുടെ പൂർവ്വജന്മം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് വിളിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ടൈം എടുക്കും, കുറേ ടൈം എടുക്കും. ഞാനൊരാളേ ഉള്ളൂ, എനിക്ക് 1000 കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സമയം കണ്ടെത്തി ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നിരവധി പേര് വിളിക്കുകയാണ്. അപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? സമയമെടുത്തേ പറ്റത്തുള്ളൂ. ആദ്യം തരുന്നവരുടെയാണ്, പിന്നെ വിളിക്കുന്നവരുടെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ 3 വീഡിയോ നിങ്ങൾ നിശ്ചയമായും കാണണം. അതേ കണക്ക് ഈ ഷർട്ട് കേട്ടോ, ഈ ഷർട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ജയശ്രീ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പം എന്താണ്, ഒരുപാട് നന്ദിയുണ്ട് ജയശ്രീ കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. അതേ കണക്ക് തന്നെ കഴിഞ്ഞ വട്ടം ഞങ്ങളെ രാമായണം കിസ്സു നടത്തിയതിൽ വിജയികളുടെ പേരുകൾ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 1ാം സമ്മാനം ഉഷയാണ്, 2ാം സമ്മാനം ബിന്ദുവാണ്, 3ാം സമ്മാനം മറ്റൊരു ഉഷയാണ്. അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പോൾ രാധാറാണി പറഞ്ഞു, കണ്ണൻ എന്റേതാണ്, കണ്ണൻ എന്റേതാണ്, എന്റേതും മാത്രമാണ് കണ്ണൻ. ആ മുഖത്തെ ഭാവവും എല്ലാം കണ്ട് യശോദാമ്മ സ്തംഭിച്ചു പോയി. അവിടെ കൂടി നിന്ന എല്ലാവരും സ്തംഭിച്ചു പോയി. ആ ഉണ്ണിക്കണ്ണൻ, അവിടെ കിടക്കുന്ന കൊച്ചുകണ്ണൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ രാധേ, നീ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോ ഉണ്ണിക്കണ്ണൻ അവിടെ നിന്നുകൊണ്ട് രാധയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യം ചെയ്തു. ആ ഉണ്ണിക്കണ്ണൻ അവിടെ നിന്ന് ഗോപികമാരെ ഒന്ന് നോക്കി. അപ്പോൾ ഓരോ ഗോപികമാർക്കും തങ്ങളുടെ കൈകളിൽ ഈ ഉണ്ണിക്കണ്ണൻ ഉള്ളതുപോലെ തോന്നി. ആ ഓരോ ഗോപികമാരോടും ഉണ്ണിക്കണ്ണൻ പറയുന്നത് പോലെ തോന്നി, ഞാൻ നിങ്ങളുടേതാണ്, ഞാൻ നിങ്ങളുടേതാണ്, ഞാൻ നിങ്ങളുടേതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉടൻ അവിടെ നിന്നുകൊണ്ട് സകല ഗോപികമാരും പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ, ഓരോ ഗോപികയും പറയാണ്, ഉണ്ണിക്കണ്ണൻ എന്റേതാണ്. അത് കേൾക്കുമ്പോൾ അടുത്ത ഗോപിക, ഉണ്ണിക്കണ്ണൻ എന്റേതാണ്. ഒടുവിൽ സകല ഗോപികമാരും പറയാൻ തുടങ്ങി, ഈ ഉണ്ണിക്കണ്ണൻ എന്റേതാണ്, എന്റേത് മാത്രമാണ്. ഒരു നിമിഷം അങ്ങനെ നിന്നു. പെട്ടെന്ന് യശോദാറാണി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണൻ നിങ്ങളുടെ എല്ലാവരുടേതുമാണ്, എടുത്തോളൂ. എൻ്റെ കണ്ണൻ ഈ വൃന്ദാവനത്തിൻ്റെതാണ്, എൻ്റെ കണ്ണൻ ഗോപികമാരുടേതാണ്, എൻ്റെ കണ്ണൻ രാധാറാണിയുടേതാണ്. എന്നിട്ട് പറഞ്ഞു, രാധേ, പെട്ടെന്ന്
രാധാറാണി ഒന്നും അറിയുന്നില്ല, വേറൊരു ലോകത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് രാധാറാണി യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, രാധേ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഉണ്ണിക്കണ്ണൻ നിന്റേതാണെന്ന്, എടുത്തുള്ളൂ രാധേ, എൻ്റെ കണ്ണനെ നീ എടുത്തുകൊള്ളൂ, നിനക്കായിട്ട് ഞാൻ തന്നിരിക്കുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു രാധേ. എൻ്റെ കണ്ണൻ നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. നീ പറഞ്ഞില്ലേ നിനക്ക് മാത്രമെന്ന്, ആയിക്കോട്ടെ രാധേ, എൻ്റെ കണ്ണൻ നിനക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ പറഞ്ഞു, അമ്മമാരുടെ വാക്കുകൾ ഭരിച്ചല്ലേ പറ്റൂ. മാതാവേ, അമ്മയുടെ വാക്കുകൾ സത്യമായി തീരും. കാലമാണ് അമ്മയെ കൊണ്ട് അത് പറയിച്ചത്. എന്നിട്ട് ഉണ്ണിക്കണ്ണൻ അവിടെ കിടന്ന് രാധാറാണിയെ നോക്കി. രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ണിക്കണ്ണനല്ല, തൻ്റെ സ്വപ്നത്തിൽ വരുന്ന തന്നെ ആലിംഗനം ചെയ്യുന്ന, തന്നെ ചുംബിക്കുന്ന തൻ്റെ കള്ളക്കണ്ണനാണ്. ഇത് ഉണ്ണിക്കണ്ണനല്ല, കള്ളക്കണ്ണനാണ്. അപ്പൊ ആ സമയത്ത് യശോദാമ്മ പറഞ്ഞു, വരൂ രാധേ, ഇവൻ നിന്റേതാണ്. അപ്പൊ ഗോപികമാരും ഞങ്ങളുടേതുമാണ്. അപ്പൊ യശോദാമ്മ പറഞ്ഞു, നിങ്ങളുടേതുമാണ്, എടുത്തുകൊള്ളൂ. എൻ്റെ കണ്ണൻ ഈ വൃന്ദാവനത്തിന്റെ സ്വത്താണ്. നമുക്ക് രാധേ നീ വാ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, ആഹാരം കഴിക്കാം. നന്ദ മഹാരാജൻ നമ്മളെ കാത്തു നിൽക്കുകയാണ്. രാധാറാണി നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി നന്ദ മഹാരാജൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധാറാണി പതുക്കെ നടന്നു ചെന്നു. പക്ഷേ രാധാറാണിയുടെ ഹൃദയം നിറയെ, ശരീരം നിറയെ ഹരിചന്ദനഗന്ധം. രാധാറാണി ഒരു സ്വപ്നാടനത്തിൽ എന്ന പോലെയാണ് നടക്കുന്നത്. അപ്പോഴും യശോദാമ്മ ചോദിച്ചു, ഇതെന്ത് പറ്റി എൻ്റെ രാധേ? നീ എന്തൊരു സുന്ദരി കുട്ടിയാണ്. ആഹാ, നിന്റെ ദേഹത്തു നിന്ന് നല്ല ചന്ദനമണം വരുന്നല്ലോ. ഈ ചന്ദനമണം എങ്ങനെ വന്നു? അപ്പോൾ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, യശോദാമ്മേ, അമ്മയുടെ മകനെ ഞാൻ നെഞ്ചോട് ചേർത്തില്ലേ, അവനിൽ നിന്നാണ് എനിക്ക് ഈ ചന്ദന ഗന്ധം കിട്ടിയത്. അതെയോ? എന്നിട്ട് എനിക്കിതുവരെ തോന്നിയില്ലല്ലോ. നോക്കട്ടെ. ഓടിച്ചെന്ന് യശോദാമ്മ കണ്ണനെ തന്നെ നെഞ്ചോട് ചേർത്തു. അതിനുശേഷം ഓടി വന്ന് രാധാറാണിയോട് ചോദിച്ചു, ഉണ്ടോ ചന്ദനഗന്ധം? രാധാറാണി മണത്തു നോക്കി, ഒരു ചന്ദനഗന്ധവുമില്ല. അപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നന്ദരം മഹാരാജാവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പൊ നന്ദരാജൻ പറഞ്ഞു, ഒരു ചന്ദനഗന്ധവുമില്ല. അപ്പൊ യശോദാമ്മ പറഞ്ഞു, പിന്നെ രാധയ്ക്ക് മാത്രം എങ്ങനെയാണ് ഈ ചന്ദനഗന്ധം കിട്ടിയത്? അപ്പോഴും രാധാറാണി തൻ്റെ പതിവ് പുഞ്ചിരി തുടർന്നു. അങ്ങനെ ആഹാരം കഴിച്ചു. അതിനുശേഷം രാധാറാണി വന്ന് ഒരിക്കൽ കൂടി കണ്ണനെ കയ്യിലെടുക്കുമ്പോൾ അവനെ വാരി പുണരാനാണ് തോന്നുന്നത്. എന്ന് മാത്രവുമല്ല, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ആലിംഗനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും, എല്ലാ വിചാരങ്ങളും രാധാറാണിക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ പകുതി നീ തന്നെയാണ്, ഞാനും നീയും ഒന്നാണ്, എൻ്റെ ആത്മാവിൻ്റെ പകുതി നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. ഓർമ്മിക്കുക, ആത്മാവിൻ്റെ ഒരു പകുതിയാണ് ആരെന്ന്. ഈ ശരിക്കും പറഞ്ഞാൽ രാധാറാണിയും കൃഷ്ണനും ഒരേ ആത്മാവ് തന്നെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ വീണ്ടും രാധാറാണി വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ ഓരോന്ന് കഴിയുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്ത് ചുരുക്കുകയാണ്, കാരണം എനിക്കൊരു യാത്രയുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നാണിത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളണം. അങ്ങനെ ആ അയൻ വന്നു. അന്ന് രാത്രിയായി. അയന്റെ ഭാവം കണ്ട് അയന്റെ കണ്ണുകളിൽ കാമം തുടിക്കുകയാണ്. അയന്റെ ഭാവം കണ്ടപ്പോൾ രാധാറാണിക്ക് എന്തെന്നില്ലാത്ത ആ ഒരു അസ്വസ്ഥത തോന്നി. അയൻ വന്ന് രാധാറാണിയെ തൊടാൻ പോയപ്പോൾ പറഞ്ഞു, മഹാരാജൻ തൊടണ്ട. അയൻ പറഞ്ഞു, തൊടണ്ടേ? അതെന്താണ്?
അപ്പോൾ പറഞ്ഞു എന്തോ ഇന്ന് വേണ്ട. അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞ് ദിവസം കുറെ പോകുന്നുണ്ടല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു എന്തുകൊണ്ടോ എനിക്കറിയില്ല, എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പോൾ പറഞ്ഞു നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്നെ വിവാഹം ചെയ്തതാണ്, എനിക്കതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ രാധാറാണി മനസ്സിൽ പറഞ്ഞു ഇല്ല ഇല്ല അയൻഗോപാ, എന്നെ വിവാഹം ചെയ്തത് നീയല്ല, എന്നെ വിവാഹം ചെയ്തത് എൻ്റെ ഉണ്ണിക്കണ്ണനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്ത് തൊടാൻ അവകാശമുള്ള ഒരേ ഒരാൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ, അതെൻ്റെ ഉണ്ണിക്കണ്ണനാണ്. പക്ഷേ പുറത്തു പറഞ്ഞില്ല. പക്ഷേ അയൻ്റെ കണ്ണുകളിൽ കാമം കത്തി നിൽക്കുന്നത് രാധാറാണി കണ്ടു. രാധാറാണി വല്ലാതെ ഭയന്നു. അയൻ രാധാറാണിയുടെ അടുക്കലേക്ക് വന്നു. രാധാറാണി പുറകോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങി ഒടുവിൽ രാധാറാണി തൻ്റെ ശയ്യയിൽ കട്ടിലിൽ വന്ന് രാധാറാണിയുടെ കാല് തട്ടി അവിടെ ഇരുന്നു. ഇനി പുറകോട്ട് പോകാൻ സ്ഥലമില്ല. അയൻ തൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. രാധാറാണി കണ്ണുകൾ ഇറുകിയടച്ചിട്ട് പറഞ്ഞു കണ്ണാ, എൻ്റെ കണ്ണാ, എൻ്റെ ശരീരത്ത് മറ്റൊരാൾ തൊടാൻ ഇടവരുത്തരുതേ. ഇയാൾ എൻ്റെ ശരീരത്ത് തൊട്ടാൽ ഞാൻ ഇന്നെൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കും. നിനക്കുള്ളതാണ് രാധ, നിനക്കുള്ളതാണ് രാധ, നിനക്ക് മാത്രമുള്ളതാണ് രാധ. ഈ അയൻ എൻ്റെ ശരീരത്ത് തൊട്ടാൽ ഇന്ന് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും. കണ്ണാ കണ്ണാ, എന്നെ രക്ഷിക്കണേ. ഈ സമയത്ത് അയൻ രാധാറാണിയെ ആലിംഗനം ചെയ്യാനായി വന്നതും വൈദ്യുതിയേറ്റ് തെറിച്ചു വീഴുന്നത് പോലെ പോയി വീണു. അയൻ അമ്പരന്ന് പോയി. ഇതെന്താണ്? ഇത് എന്നെ രാധ തള്ളിയതാണോ? എന്താ സംഭവിച്ചത്? അവള് തള്ളിയതാണെങ്കിൽ എനിക്ക് അവളേക്കാൾ ഇരട്ടി ആരോഗ്യമുണ്ട്, ഇങ്ങനെ വരികയില്ല. രാധാറാണി കണ്ണു തുറന്നപ്പോൾ അയൻ നിലത്ത് കിടക്കുകയാണ്. അയൻ പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ എൻ്റെ ഭാര്യയാണ്. വീണ്ടും ആലിംഗനം ചെയ്യാൻ വന്നപ്പോൾ തീക്കുണ്ടത്തിനടുത്തെത്തിയതുപോലെയാണ് അയന് തോന്നുന്നത്. അഗ്നികുണ്ടത്തിനടുത്തെത്തിയതുപോലെ, അഗ്നി ദേഹത്ത് തട്ടുന്നത് പോലെ അയന് അടുക്കാൻ പറ്റുന്നില്ല. അയൻ നോക്കിയപ്പോ കാണാം ഒരഗ്നി വലയം. അയൻ ഭയന്നുപോയി. അയൻ അപ്പോൾ തന്നെ അവിടുന്ന് പുറത്തേക്കിറങ്ങി. ഇതെന്താണ് ഞാൻ കാണുന്ന ഈ കാഴ്ചകൾ? എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അയന് ഓർമ്മ വരുന്നത് അമാവാസ്യ. അവളെ കണ്ടിട്ട് എത്ര നാളായി. അവൾക്ക് കൊടുത്ത വാക്ക് എനിക്ക് ഇതുവരെ പാലിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, അയൻ്റെ ഉള്ളിൽ ഒരു പരാജയപ്പെട്ട പുരുഷൻ അതേ കാമത്തോടുകൂടി ചെന്നിട്ട് തൻ്റെ വികാരങ്ങളെ അടക്കാൻ തനിക്ക് കഴിയുന്നില്ല. കൈക്കരുത്തിനും അപ്പുറമുള്ള എന്തോ ഒന്ന് അയാൾ വിചാരിച്ചു. അമാവാസ്യയുടെ അടുക്കലേക്ക് ചെല്ലുക. അങ്ങനെ അയൻഗോപൻ അമാവാസ്യയുടെ അടുക്കലേക്ക് പോയി. അയൻ നടന്ന് അമാവാസ്യയുടെ വീടിൻ്റെ വാതിൽക്കലെത്തി. അവിടെ എത്തിയപ്പോൾ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് തന്നെ അമാവാസ്യ കണ്ടു. ഓടി വരാൻ അമാവാസ്യക്ക് തോന്നി. പക്ഷേ അമാവാസ്യ സ്വയം നിയന്ത്രിച്ചു. അമാവാസ്യ അവിടുന്ന് പതുക്കെ ഇറങ്ങി വന്ന് വാതിൽ തുറന്നു. അയൻ ഒരു നിമിഷം അമാവാസ്യയെ നോക്കി. അതിനുശേഷം അമാവാസ്യയെ 2 കൈകൾ കൊണ്ട് എടുത്തു. എന്നെ വിടൂ മഹാരാജൻ, എന്നെ വിടൂ. അയൻ അത് കണക്കാക്കിയില്ല. 2 കൈകളിൽ പൊക്കിയെടുത്തു കൊണ്ടുപോയി കട്ടിലിന്റെ അരികിൽ ചെന്നു. കട്ടിലിലേക്ക് ഇട്ടു. തുരുതുര ഉമ്മകൾ കൊണ്ട് മൂടി. അമാവാസ്യ ആദ്യം ചെറുക്കാൻ തുടങ്ങി. പക്ഷെ അയന്റെ കൈക്കരുത്ത് അപാരമായിരുന്നു. പതുക്കെ അമാവാസ്യയും കീഴടങ്ങി. അമാവാസ്യയുടെ കൈകൾ അയനെ വരിഞ്ഞു മുറുക്കി. അവരൊന്നായി മാറി. ഒടുവിൽ അമാവാസ്യയുടെ നെഞ്ചിലയൻ തളർന്നു വീണു. അപ്പോൾ അമാവാസ്യ പറഞ്ഞു, നോക്കൂ, എനിക്ക് അങ്ങ് തന്ന വാക്ക് പാലിച്ചില്ല. അങ്ങ് എന്നെ മറന്നു.
അങ്ങ് എന്നെ മറന്നു, ഇത്രയും ദിവസമായിട്ടും മറന്നു. അപ്പോൾ അയൻ പറഞ്ഞു, അങ്ങനെയല്ല അമാവാസിയെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. അന്നത്തെ ദിവസം അവളൊരു പാട്ട് വെച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചത്. അത് കേട്ടത് മാത്രം എനിക്കറിയാം. ഞാൻ ഉറങ്ങിപ്പോയി, ഗാഢനിദ്രയിലായിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കില്ല. അപ്പോൾ അയൻ പറഞ്ഞു, നോക്കൂ അമാവാസിയെ, നിന്നോട് ഞാൻ കള്ളം പറയില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനാണ് സത്യം. അന്നത്തെ ദിവസം ഞാൻ മയങ്ങിപ്പോയി എന്ന് മാത്രവുമല്ല, അമാവാസിയെ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. അമാവാസ്യ ചോദിച്ചു, എന്താണ്? അമാവാസ്യ, ഏതാ ഈ നിമിഷം വരെ ഞാൻ അവളെ തൊട്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ഭാര്യാഭർത്തൃ ബന്ധവുമില്ല. അമാവാസ്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്ത്? ഈ പറയുന്നത് സത്യമാണോ? അപ്പോൾ പറഞ്ഞു, അമാവാസ്യ, ഇത് സത്യമാണ്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ബന്ധവുമില്ല. അമാവാസ്യയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി, ഒപ്പം സംശയവും. അപ്പോൾ പറഞ്ഞു, അമാവാസ്യയെ, നീ വിചാരിക്കുന്നത് പോലെയല്ല. അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല. ആദ്യം ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ച് ദിവസം കൊടുക്കാം. അവൾ ആദ്യമൊക്കെ ഞാൻ ചെന്നപ്പോൾ പിന്നാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് 1-2 ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒടുവിൽ ഞാൻ സഹികെട്ട് ഇന്നലെ അവളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ അമാവാസ്യ ചോദിച്ചു, എന്നിട്ട്? ഞാൻ അവളെ വാരി പുണരാൻ പോയപ്പോൾ എന്നെ ആരോ എടുത്ത് എറിയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ശരീരം നുറുങ്ങുപോലെ ആയിപ്പോയി. ഞാൻ തെറിച്ചു ചെന്ന് വീണു. പക്ഷേ എനിക്ക് വല്ലാത്ത ഒരു പക പോലെ തോന്നി. എന്തു വന്നാലും ഇന്ന് അവളെ കീഴടക്കണമെന്ന് എനിക്ക് തോന്നി. സത്യമാണ്. ഞാൻ വീണ്ടും അവളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ അവളുടെ ചുറ്റും ഒരു അഗ്നി വലയം കണ്ടു. എനിക്ക് അടുക്കാൻ വയ്യ. ഞാൻ ഈ പറയുന്നത് സത്യമാണ് അമാവാസ്യയെ, നീ ഇത് വിശ്വസിക്കണം. അമാവാസ്യ ഒരു നിമിഷം നിശബ്ദമായിരുന്നിട്ട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ജ്യോതിഷിയുണ്ട്, ഞാൻ അദ്ദേഹത്തെ വരുത്താം. വളരെ രഹസ്യമായി. അദ്ദേഹത്തിന് നല്ല തുക ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരും. നമുക്ക് നോക്കാം എന്താണെന്ന്. എന്നാലും എൻ്റെ ചെവിയിൽ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. അങ്ങയുടെ ദേഹത്ത് അവൾ തൊട്ടില്ലല്ലോ, അങ്ങ് അവളുടെ ദേഹത്തും തൊട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? താങ്കൾ എനിക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്കും. നമുക്കിടയിൽ എന്തിനൊരു രാധ? അമാവാസ്യ വീണ്ടും അയനെ വാരി പുണരുകയായിരുന്നു. അന്ന് പിറ്റേന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ജ്യോതിഷി വന്നു. അതിപ്രശസ്തനായ ജ്യോതിഷി. ആ ജ്യോതിഷി വന്ന് കബഡി നിരത്താൻ തുടങ്ങി. കബഡി നിരത്തിയ ജ്യോതിഷിയുടെ മുഖം മങ്ങി. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ ചോദിച്ചു, എന്തേ എഴുന്നേറ്റത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ കബഡി വെക്കുമ്പോൾ എനിക്ക് കബഡി തന്നെ കാണാൻ പറ്റുന്നില്ല. ആ കബഡിയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഗ്രഹങ്ങളാണ്, അന്തരീക്ഷത്തിലെ ഗോളങ്ങളാണ് ഞാൻ കാണുന്നത്. എനിക്കത് കണ്ടിട്ട് ഭയമാകുന്നു. ഈ പെൺകുട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയല്ല. അപ്പോൾ ഉടനെ അയൻ പറഞ്ഞു, നിങ്ങൾ കബഡി വെക്കുമ്പോൾ കബഡി കാണുന്നില്ലേ? ഞങ്ങൾ കബഡിയാണല്ലോ കാണുന്നത്. അപ്പൊ അമാവാസ്യ എടുത്തു ചോദിച്ചു, നീയോ? അമാവാസ്യ പറഞ്ഞു, ഞാനും കബഡിയാണ് കണ്ടത്. അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ കബഡി നിരത്തി കഴിയുമ്പോൾ കബഡിയുടെ സ്ഥാനത്ത് ഗോളങ്ങളാണ് നിൽക്കുന്നത്, നിരവധി നക്ഷത്രങ്ങളാണ് തിളങ്ങുന്നത്, ഈ പ്രപഞ്ചം തന്നെയാണ്. എനിക്കത് കണ്ടിട്ട് ഭയമാകുന്നു. നിങ്ങളോട് ഒന്ന് മാത്രം ഞാൻ പറയാം, ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടില്ല. അത് സാധാരണ പെൺകുട്ടിയല്ല. അതിനെ കീഴടക്കാൻ നിങ്ങൾ നോക്കരുത്. മരണമായിരിക്കും ഭയം. അയാൾ കബഡിയും സഞ്ചിയും എല്ലാം എടുത്തു. അപ്പോൾ അമാവാസ്യ പറഞ്ഞു, ഇതാ അങ്ങേക്കുള്ള ദക്ഷിണ. എനിക്കൊരു ദക്ഷിണയും വേണ്ട. ഇനി ഒരിക്കലും ഈ ഒരു കാര്യത്തിനായിട്ട് എന്നെ വിളിക്കരുതേ. പ്രാണനും കൊണ്ട് ആര് പോവുകയാണ്? ജ്യോതിഷി പോവുകയാണ്. അപ്പോൾ അമാവാസ്യയും അയനും മുഖത്തോട് മുഖം നോക്കിയിരുന്നു.
അമാവാസ്യ പറഞ്ഞു ഇത് എന്താണ്? അപ്പോൾ അയൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ അവളുടെ ചുറ്റും ഒരു അഗ്നി വലയം കണ്ടു. അപ്പോൾ അമാവാസ്യ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്. മറ്റൊരർത്ഥത്തിൽ ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണ സമാധാനമായത്. നോക്കൂ, അയൻ നന്ദഗോപൻ ഈ അമാവാസ്യയ്ക്കുള്ളതാണ്, അമാവാസ്യയ്ക്ക് വേണ്ടി ജനിച്ചതാണ്. ഈ അമാവാസ്യ അയൻ നന്ദഗോപന് മാത്രം ജനിച്ചതാണ്. അങ്ങനെ വീണ്ടും ആ അയനും അമാവാസ്യയും ഒന്നായി. ആ സത്യം അയൻ അംഗീകരിച്ചതുപോലെ അതിൻ്റെ അടുത്ത ദിവസം യശോദാമ്മ രാധാറാണിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ, എൻ്റെ മകനെ നിനക്ക് കാണണ്ടേ, നീ ഒന്ന് വാ, ഇന്ന് ഇവിടുന്ന് ആഹാരം കഴിക്കാം. രാധാറാണി വല്ലാത്ത സന്തോഷത്തിലായി. കാരണം ആ കുട്ടിയെ കാണുക, അത് തനിക്ക് തരുന്ന ആനന്ദം വളരെ വലുതാണ്. രാധാറാണി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, യശോദാമ്മ കണ്ണനെ പാടി ഉറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടി ഉറങ്ങുന്നില്ല. അതിങ്ങനെ കണ്ണും തുറന്നു കിടക്കുന്നു. അപ്പോൾ യശോദ പറഞ്ഞു, ഞാൻ എത്ര തവണ പാടി, എന്നിട്ടും എന്തു ചെയ്യുന്നില്ല, ഇവൻ ഉറങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാജി ആദ്യം ചെന്ന് യശോദാമ്മയുടെ കാല് തൊട്ട് തൊഴുതു. ഓർമ്മിക്കുക, യശോദാമ്മയും രാധാറാണിയും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. യശോദാമ്മയും രാധാറാണിയും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ യശോദാമ്മ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാനൊന്ന് താരാട്ട് പാടട്ടെ. യശോദാമ്മ പറഞ്ഞു, പിന്നെന്താ, നീ പാടിക്കൊള്ളൂ. അപ്പോൾ രാധാറാണി ആ തൊട്ടിലിൽ പിടിച്ചിട്ട് കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കണ്ണാ, ഉറങ്ങണ്ടേ നിനക്കുറങ്ങണ്ടേ? ആ കുട്ടിയുടെ കണ്ണുകളൊന്ന് ചിമ്മി. ആ കണ്ണുകളിൽ രാധാറാണി തന്നെയും സിംഹാസനത്തിലിരിക്കുന്ന ഗോലോകത്ത് വെച്ച് കണ്ട രാധാകൃഷ്ണന്മാരെ കണ്ടു. ഒരു നിമിഷം മാത്രം. അത് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച മാറിപ്പോയി. രാധാറാണി വീണ്ടും തൊട്ടിലാട്ടി ആ മനോഹരമായ ഒരു താരാട്ട് പാടിയപ്പോൾ കണ്ണന്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞടഞ്ഞു വന്നു. അവൻ പരിപൂർണ നിദ്രയിലായി. ഇത് കണ്ട് യശോദാമ്മ അത്ഭുതപ്പെട്ടു. യശോദാമ്മ പറഞ്ഞു, ഇതെന്തൊരത്ഭുതമാണ്, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട് രാധേ, അതിന് യാതൊരു സംശയവുമില്ല. നോക്കൂ, നീ അവനെ എടുത്ത് നെഞ്ചോട് ചേർത്തപ്പോൾ അവനിൽ നിന്ന് നിനക്ക് ഹരിചന്ദന ഗന്ധം. പക്ഷെ ഞാൻ എത്ര ചേർത്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. ഇന്ന് ഞാൻ ഇവനെ ഉറക്കാൻ വേണ്ടി പെടാപ്പാടുപെടുകയാണ്. പക്ഷേ അവൻ ഉറങ്ങുന്നില്ല. പക്ഷേ നീ വന്ന് അതിമധുരമായി ഒന്ന് പാടിയപ്പോൾ അവൻ ഉറങ്ങുന്നു. വരൂ രാധേ, നിനക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ രാധാറാണി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, ഈ കണ്ണൻ ഒരു കുസൃതിയാണ് കേട്ടോ. അവൻ പാല് കുടിക്കുമ്പോൾ എന്തൊരു നിർവൃതിയാണ് എനിക്കുണ്ടാകുന്നത്. അപ്പോൾ രാധാറാണിയുടെ മാറിടം തുടിച്ചു. അപ്പൊ രാധാറാണി മനസ്സിൽ പറഞ്ഞു, കണ്ണാ, എനിക്ക് നിന്നെ എൻ്റെ മാറോട് ചേർത്ത് നിനക്ക് പാല് തരാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, നിനക്ക് മുലയൂട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കണ്ണാ എന്ന് പറഞ്ഞതും തൊട്ടിലി കിടക്കുന്ന കൊച്ചു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പൊ യശോദാമ്മ പറഞ്ഞു, അവൻ ദാ ഉണന്നു, അവന് വിശന്നിട്ടായിരിക്കും. യശോദാമ്മ ഓടിച്ചെന്ന് കണ്ണന് പാല് കൊടുക്കാനായിട്ട് കണ്ണനെ എടുത്തു വെച്ചു. പക്ഷേ കണ്ണൻ കൈകൊണ്ടത് തട്ടിക്കളഞ്ഞു. വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ യശോദാമ്മ ചോദിച്ചു, ഇതെന്താണൊരു പ്രശ്നം? ഇതിനു മുമ്പ് അങ്ങനല്ലല്ലോ. ഞാൻ പാല് കൊടുക്കാൻ പോയാൽ ഉടനെ അവൻ കുടിക്കും. ഇന്നിതെന്തേ ഇവൻ തട്ടിക്കളയുന്നത്? അപ്പോൾ രാധാറാണിയുടെ മനസ്സിൽ പറയുന്നു, രാധേ, വരൂ രാധേ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരണ്ടേ? എന്നെ നീ എടുത്ത് മാറോട് ചേർക്കൂ.
ഞാൻ നിന്നിൽ നിന്ന് പാല് കുടിക്കാം രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, യശോദാമ്മേ ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ. യശോദാമ്മ പറഞ്ഞു, നീയോ? അതേ യശോദാമ്മേ, ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ. അപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോൾ എന്ത് ചെയ്തു? രാധാറാണി ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തപ്പോൾ തന്നെ ശരീരമാസകലം കോരിത്തരിച്ചു. എന്നിട്ട് ആ കണ്ണനെ പാല് കൊടുക്കാനായിട്ട് പോയി. അവനത് തട്ടി മാറ്റിയില്ല. ആ മാറിടം തൻ്റെ വായ്ക്കുള്ളിലേക്കാക്കി. അതേ, കണ്ണൻ പാല് കുടിക്കാൻ തുടങ്ങുകയാണ്. കണ്ണൻ പാല് കുടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. അതേ, അന്നേരം ആ സമയത്താണ് അത് സംഭവിച്ചത്. അത് സംഭവിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? കാത്തിരിക്കൂ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.